ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂസുസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ തൈകൾ, എഗ്ലോണിമൻ്റെ ചെറിയ തൈകളാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം വലിയ മദർ പ്ലാന്റുകളുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അല്ലെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ അത് ആവശ്യമുള്ളവർ മുന്നത്തെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ തൈകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് ലെഗസിയാണ്, ഗ്രീൻ ലെഗസിയാണ്. നല്ല അത്യാവശ്യം ചെറുതല്ല, ഇത് കുറച്ച് വലിപ്പമുള്ള 200 പ്ലാന്റാണിത്. പിന്നുള്ളത് സെക്സീലിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്, കാണുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, ലീഫ് പിങ്കിലേക്ക് വരുന്നൊരു പ്ലാന്റാണിത്. പിന്നെ ഇത് 250 പ്ലാന്റാണ്. ഇതൊന്നും ചെറുതല്ല കേട്ടോ, അത്യാവശ്യം മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ്. പിന്നുള്ളത് ഇതൊരു നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് പിക്ക് ഞാനിടാം. ഇതിങ്ങനെ ചെറിയ തൈയാകുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളറ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് 150ൻ്റെതാണ്. നെക്സ്റ്റ് വണ്ണ് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് 80 ആണ്, കൊച്ചിൻ പീച്ചാണ്. പക്ഷേ അതിൻ്റെ കളറ് കറക്റ്റ് വന്നിട്ടില്ല, ചെറിയ തൈയാണ്. പിന്നുള്ളത് നാരോ ലീഫ് എന്ന് പറയുന്നത്, വൈറ്റ് ലക്കാച്ചിൻ്റെ ഒരു നാരോ ലീഫാണ്. ഇത് 150 ആണ്. പിന്നെ ഇത് നമ്മളെ സാധാരണ നാരോ ലീഫിൻ്റെ പ്ലാന്റാണ് 150ൻ്റെ. ഇത് വരുന്നത് ഗ്രീൻ പപ്പായയുടെ 200 പ്ലാന്റാണിത്. പിന്നുള്ളത് വീനസ് റെഡ് എന്ന് പറയും, അതിൻ്റെ പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇത് 150ൻ്റെ ആണ്. ഇതിൻ്റെ ചെറിയ തൈകളും ഉണ്ട് 80ൻ്റെ. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഇത് സിൽവർ ഫോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഗ്രീനിൽ തന്നെ നല്ലൊരു വെറൈറ്റിയാണിത്. ഇത് വലിയ പ്ലാന്റാണ് 250ൻ്റെ. അതിൻ്റെ തൊട്ട് ചെറുതുണ്ട്, ഇവിടെ കാണിച്ചില്ല. അതായത് ഇത് 150ൻ്റെതാണ്. നെക്സ്റ്റ് വൺ ഇതാണ് പിങ്ക് ലെഗസി. ഇതിന് 100 ഉള്ളൂ, ചെറിയ തൈയാണ്. ഇതും ലെക്സബിൻ്റെ ഒരു തൈയാണെന്നാണ് തോന്നുന്നത്, കളറ് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഇതും 80 ആണ്. ഇത് ചെറിയൊരു പ്ലാന്റാണ്, പീകോക്കിൻ്റെ 50ൻ്റെ. ഇത് ഗ്രീൻ പപ്പായാണ് കേട്ടോ, അതിൻ്റെ ഒരു തൈയാണ് 150ൻ്റെ. ഇത് അതുപോലെ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്, പിങ്ക് ഡാൽമേഷൻ. പിന്നുള്ളത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക്. ഇത് 150ൻ്റെ ആണ്, 2 ഷൂട്ടെല്ലാം ഉണ്ട്. നല്ല പ്ലാന്റാണിത്. പിന്നുള്ളത് ഐഡിയ അറിയില്ല, നല്ലൊരു പ്ലാന്റാണ്, ഐഡിയ മറന്നുപോയി ഇത് ഏതാണെന്നുള്ളത്. നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ്, ഒരു പിങ്ക് കളർ വരുന്നതാണ്. 150ൻ്റെ ആണിത്. പിന്നെ വൈറ്റ് ലക്കാച്ചി 150ൻ്റെ, അതിൻ്റെ ചെറുതുണ്ട് 80ൻ്റെ. അതുപോലെ ലിപ്സ്റ്റിക്കിൽ ചെറിയ പ്ലാന്റാണിത്, 100ൻ്റെ പ്ലാന്റാണ്. ഇതാണ് ആ വീനസ് റെഡിൻ്റെ ചെറുത് കേട്ടോ, 80ൻ്റെ. പിന്നുള്ളത് നമ്മുടെ ഫയർ റെഡാണ്, അതിൻ്റെ 200ൻ്റെ പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ 10 ക്യാരറ്റിൻ്റെ ഒരു 250ൻ്റെ പ്ലാന്റ് ഉണ്ട്. ഇതൊന്നും ചെറുതല്ല, കണ്ടില്ലേ, വലിയ പ്ലാന്റ് തന്നെയാണ്. പിന്നുള്ളത് വേറൊരു വെറൈറ്റിയാണ്, ഐഡിയ അറിയില്ല, ഒരു പിങ്ക് കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് 150ൻ്റെ. പിന്നെ ഗോൾഡൻ പപ്പായ ഉണ്ട്, കണ്ടില്ലേ. പിന്നുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക് ഉണ്ട്, 150ൻ്റെതാണ് ഈ ഗോൾഡൻ ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്കിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. പിങ്ക് ലിപ്സ്റ്റിക് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഈ 3 ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റിന് അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ ജയ്പോങ് റെഡാണിത്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ജയ്പോങ് റെഡ്. 250 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നെ മെർലിൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്, അതിൻ്റെ തൈയാണ്, 80 റുപ്പീസാണ്. ഇത് റോട്ടുണ്ടത്തിൻ്റെ തൈയാണ്, ഇതിനും 80 ആണ്. ഇത് ഗോൾഡൻ പപ്പായൻ്റെ ഒരു തൈയാണിത്. ഇത് റോട്ടുണ്ടത്തിൻ്റെ വലുതാണ്, 200ൻ്റെ. ഇത് പിങ്ക്, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, പിങ്ക് കളറാണ്, ഡയമണ്ട് പിങ്ക് പോലത്തെ. ഇതിൻ്റെ വലുതും ഉണ്ട്, ഇത് ചെറിയ സൈസാണ്, 200ൻ്റെ. അതുപോലെ ജയ്പോങ് റെഡാണിത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് തൈകൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇനി കുറേ മദർ പ്ലാന്റുകളുണ്ട്, അത് ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക്. പിന്നെ പറയാനുള്ളത്, ഈ തൈകളെല്ലാം പോട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്,
ഇപ്പോൾ കണ്ടില്ലേ ഈ പോട്ടിൻ്റെ വലിപ്പം ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് അത്രേ വരുള്ളൂ. അത്ര ചെറിയ സൈസ് പോട്ടിൽ മണലും കുറച്ച് ചാണകപ്പൊടി പിന്നെ സാഫും അത് കലർത്തിയിട്ട് അത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടേൻ്റെ അടിയിൽ നല്ല ഹോളെല്ലാം ഇട്ടിട്ട് കല്ലെല്ലാം പാകുക. കാരണം ഹോൾ അടിഞ്ഞു പോകാതിരിക്കാനാണ്. അഗ്ലോണിമയ്ക്ക് പറ്റുന്ന ആകെ ഒരു പ്രശ്നം റൂട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ചിലയിലാണ് ഇലപ്പേന് പിന്നെ വെള്ളീച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അത് നമ്മൾ ദിവസം കെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഹ്യൂമിഡിറ്റി ആവശ്യമുള്ള പ്ലാന്റ് അതിനെക്കൊണ്ട് ചെറിയൊരു ചൂടും വെളിച്ചമൊക്കെ ഉള്ളിടത്ത് വെക്കുക. അതായത് നേരിട്ടുള്ള വെയിലത്ത് കൊണ്ടുപോയി വെക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പോട്ടിൽ മാത്രം പോട്ട് ചെയ്യുക. വലിയ പോട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മളെ മണ്ണുമായിട്ട് സെറ്റായി വരുമ്പോൾ തന്നെ അത് ചീഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഇത് വലുതായതിൻ്റെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വലിയ വലിയ പോട്ടിലേക്ക് ആക്കാം. മദർ പ്ലാന്റിൽ ഫസ്റ്റ് ഇത് മഹാശക്തി തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. 1000 അബോട്ട് റേറ്റുള്ള നല്ല വലിയ പ്ലാന്റാണ്. ചെറുതല്ല, കണ്ടില്ലേ, നല്ല വലിയ ഹൈറ്റുള്ള നല്ല വലിയ പ്ലാന്റാണ്. പിന്നെ അതുപോലെ പിങ്ക് ഡാൽമേഷൻ അല്ല പിങ്ക് വാലൻ്റെൻ എന്ന് പറഞ്ഞ വലിയ പ്ലാന്റ്. അതുപോലെ ട്രൈ കളർ ഇത് വലിയ ബിഗ് പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു 320 സൈസുള്ളൊരു പ്ലാന്റ് ഇതിൻ്റെ ചെറുതുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് പിങ്ക് സുക്സോം, കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതിൻ്റെ വലിയ പ്ലാന്റ് ഇതാ പിങ്ക് സുക്സോം. പിന്നെ ഉള്ളത് നമ്മളെ സൂപ്പർ വൈറ്റ് ആണ്. മീഡിയം സൈസിന് ഒരു ഷൂട്ടിന് 350 ആണ്. ഡബിൾ ഷൂട്ടാകുമ്പോൾ അതും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും വരിക. പിന്നുള്ളത് വൈറ്റ് ലക്കാച്ചിയാണ്. പിന്നെ ബോക്സർ ഉണ്ട് വലിയ പ്ലാന്റ്. അതുപോലെ ഗ്രീൻ പപ്പായ. പിന്നെ വൈറ്റ് ലക്കാച്ചിൻ്റെ തന്നെ ഗ്രീൻ ലക്കാച്ചി ഉണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അതുപോലെ മെർലിൻ്റെ വലിയ മദർ പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആ മുന്നത്തെ വീഡിയോയിൽ കുറേ നോക്കിയാൽ മതി. അതിലൊക്കെ ചിലതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. എല്ലാം കാണിക്കാൻ കുറേ ടൈം എടുക്കുന്നതിനെ കൊണ്ടാണ്. ഇത് റെഡ് എമറാൾഡ്, അതുപോലെ റെഡ് പനാമ, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതൊരു ന്യൂ വെറൈറ്റിയാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, സൺറൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഉള്ളത്. നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ ആവശ്യമുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.